നല്ല രീതിയിൽ അണ്ണാക്കി പണിയരും എന്ന് പറഞ്ഞാൽ മന്ത്രവാദി ലൈക്ക് പൂജ മനസ്സിലായി അങ്ങനെയൊക്കെ നമ്മൾ ഈ കുട്ടിച്ചാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കൈവശാണോ? കൈവശം അത് തന്നു. അത് ഭയങ്കരമായിട്ടാ ലൈക്ക് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും പാർട്ട്ണറുമായിട്ട് അടിച്ച് പിരിഞ്ഞ് തെറ്റി പോകുന്നത് വരെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻസിയുടെ ജീവിതം ഗതി പിടിക്കരുത്. അയ്യോ സത്യം. ഈ പറയുന്ന ഈ സീരിയലിൽ ഏറ്റവും ലീഡിങ് റോൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണോ പണിയന്നെ? ഇത് കണ്ടുപിടിച്ച് ജോത്സനാരെ ഈ ആളെ സഹിതം കണ്ടുപിടിച്ചേ? അയ്യോ അതെന്റെ പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ്റെ പോയി സജസ്റ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ എന്നോട് കണ്ടെത്തി പറഞ്ഞു. ഇപ്പൊ ഈ ഫോട്ടോഗ്രാഫർമാർ വിളിക്കുന്നത് കൂടുതലും വൾഗാരിറ്റി ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ കോളുകളെല്ലാം എനിക്ക് വരാറുള്ളത്. ഏത് ലെവൽ വരെ പോകാനുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ബിക്കിനി. കൊള്ളാം. ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ പണ്ടത്തെ ഏപ്പടത്തിലെ നായികയെ പോലെ ഉണ്ട് എന്ന് പറയുന്ന പല കമന്റ്സ് നമ്മൾ കാണും. അതെ, കിട്ടാത്ത മാമ്പഴത്തിന് വേണ്ടി ഇങ്ങനെ പറയാൻ നടക്കാറെന്ന് പറയാം. അത്രയും കാരണം വെച്ചാൽ ഞാൻ ലേഡീസ് റൂമില് ഒരു സാധനം എടുത്ത് ഭയങ്കര വൈറലായ സംഭവം, ഒരു ടീഷർട്ട് ഊരിയിട്ട് വെള്ളത്തിൽ കുളിക്കുന്ന സംഭവം. സാനിയേപ്പന് എത്ര വയസ്സുണ്ട്? താഴെയുള്ളൂ. പുള്ളിക്കാരി ഇപ്പൊ ലാസ്റ്റ് ബർത്ത്ഡേയോ കുറച്ചു മുമ്പ് അവള് ബ്രാസിലും പാന്റീസിലും മാത്രമുള്ള ഫോട്ടോഷൂട്ട് നടത്തി. ഓക്കെ, അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. ഇതേ കമന്റാണ് കോപ്പി പേസ്റ്റ് അടിച്ച് എനിക്ക് പറഞ്ഞത്. ഇൻസി ചേച്ചിയുടെ ബാക്ക് കൊള്ളാന്ന് പറഞ്ഞിട്ടൊരു ബാക്കിന്റെ മലയാളത്തിലാണ് പറഞ്ഞിട്ട് ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. ഒരാള് പേഴ്സണലി എന്റെ ഹസ്ബൻഡിന് മെസ്സേജ് ഇടുകയാണ്, അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ചപ്പാണ് ചവറാണ്. ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞു കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ സെറ്റിൽ പോയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ആര് ഇതെന്ത് ചെയ്താലും ഞാൻ സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പോവുകയാണ്. അറ്റ് സെക്കൻഡ് ആ ഹസ്ബൻഡ് വന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നായിരുന്നു, ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി. അസൂയാലുക്കളുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ഈ സീരിയൽ രംഗത്ത് അസൂയാലുക്കൾ ഒരുപാടുണ്ടോ? അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പാരവെച്ച നമുക്ക് ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ, ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു പ്രോജക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് നിറയെ ഗേൾസ് കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അപ്പം നമ്മളൊരു സംഭവം നമ്മള് തെറ്റ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, മീൻസ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷെ അതിലുണ്ടായിരുന്ന ഒരാള് പേഴ്സണലി എൻ്റെ ഹസ്ബൻഡിന് മെസ്സേജ് ഇടുകയാണ്, അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ചപ്പാണ് ചവറാണ്. അപ്പം പുള്ളിക്കാരനും എൻ്റെ കൂടെ വന്നോടെ ഇരിപ്പുണ്ട്. പക്ഷെ അത് അസൂയ കൊണ്ടായിരിക്കണം. ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ സെറ്റിൽ പോയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ആര് ഇതെന്ത് ചെയ്താലും ഞാൻ സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നിലയ്ക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആർക്കുമില്ല. ഞാൻ ഇത് ചെയ്ത് നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ കാണില്ല, ഇല്ലേ നിങ്ങൾ കാണിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ സൈബറിലോട് കൊണ്ട് കേസ് കൊടുക്കാൻ പോവുകയാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അറ്റ് സെക്കൻഡ് ആ ഹസ്ബൻഡ് വന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നായിരുന്നു, ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി. അയച്ച മെസ്സേജുകൾ പോലും ഞങ്ങൾ സ്ക്രീൻഷോട്ടുകൾ ഞങ്ങളുടെ കയ്യിലുള്ളൂ. പിന്നെ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന അക്കൗണ്ടേ കാണാനില്ല. അസൂയകൾ എന്ന് പറഞ്ഞ ചേട്ടാ എല്ലാവരുടെയും കൺമുമ്പിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവാണ്. നമുക്ക് ഇവർ രണ്ടും എപ്പോഴും ചിരിച്ച് സന്തോഷിച്ച് കളിച്ചിട്ട് നടക്കുന്ന ഒരു പ്രശ്നമില്ല. അവൾക്ക് 24 മണിക്കൂറും അവള് ഹാപ്പിയാണ്, അവള് നെഗറ്റീവ് ക്യാരക്ടറാണ്. ചേട്ടാ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടേ ഇല്ല, പക്ഷെ എല്ലാവരും നമ്മളെ പോയിന്റ് ചെയ്യുന്നത് ഷീ ഈസ് ദാറ്റ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ ഒരു എക്സ്പോസിങ് ഫോട്ടോഷൂട്ട് എൻ്റെ പേഴ്സണലാണ്. ഓക്കെ, ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ അതിൽ കംഫർട്ട് സോൺ ആണെങ്കിൽ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരു ഡ്രസ്സ് നമ്മളില്ലെങ്കിൽ ഒരു ഇതിൽ ഇട്ടില്ല, അതിൻ്റെ ക്യാരക്ടറാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഇറങ്ങുന്നത്. അല്ലാണ്ട് ഞാനായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതല്ല. ആക്ച്വലി എൻ്റെ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങുന്നത്. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ അതൊന്നും അല്ല. അവള് പോക്കേഴ്സാണ്. പക്ഷെ ഇത് എൻ്റെ ഒരു ചോദ്യമാണ്, എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കത് പറയാൻ? എൻ്റെ ചോദ്യമാണത്. കാരണം ഞാൻ അങ്ങനെയാണോ അല്ല ഇനി തെളിയിക്കണം? എൻ്റെ വീട്ടുകാരെൻ്റെ ഭർത്താവിനെ മാത്രം തെളിയിച്ചാൽ ഇനി വേറെ ആരും തെളിയിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഈ വായത്തൊന്ന് നാട്ടുകാരത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? എൻ്റെ ക്യാരക്ടർ ഇല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം, ഞാൻ ചെയ്യുന്ന ഫോട്ടോഷൂട്ട് എൻ്റെ ഏർണിങ്സ് ആണത്. ഓക്കെ, ആ ഏർണിങ്സ് നിങ്ങൾക്കാർക്കും തരാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് വെറുതെ? ഞാൻ പറയില്ല, എൻ്റെ വീട്ടുകാരും ഞാൻ സ്നേഹിക്കുന്ന പയ്യനും ഈ നിമിഷം വരെ ഡ്രസ്സിങ് സെൻസിന് എന്നോട് വേണ്ട ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഞാനൊരു പെണ്ണായതുകൊണ്ട് രണ്ടുപേർക്ക് ഞാനൊരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട, അപ്പ ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട, മാറ്റാം. ഞാനത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നോടത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞാൽ മാത്രമേ ഞാൻ മാറ്റുള്ളൂ. നാട്ടുകാർ പറഞ്ഞിട്ട് ഞാനത് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഇത് അറിയേണ്ട കാര്യമില്ല. അപ്പം ഇതിൻ്റെ കുറച്ച് അസൂയകൾ കാര്യങ്ങളൊക്കെ
അനുഭവിക്കാറുണ്ട്. കാരണം കൂടെ നിന്നിട്ടുള്ള പെൺകുട്ടികൾ വരെ നമുക്ക് തിരിഞ്ഞു നിന്ന് മുന്നേ നിന്ന് ചിരിക്കും തിരിഞ്ഞു നിന്ന് കുത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഏതാ മറ്റേ ലേഡീസ് റൂം എന്ന് പറഞ്ഞ ഇതല്ലേ ചെയ്തത്? ലേഡീസ് റൂം ചെയ്യാറുണ്ട്. അതിനും എനിക്ക് നല്ല നല്ല സൂപ്പർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. പിന്നെ അല്ല, അതിലാണ് ഞാൻ പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് പ്രശ്നങ്ങളാവുന്നതും സെറ്റിൽ നിന്ന് അങ്ങനെ ഞാൻ അങ്ങനെ ഇറങ്ങേണ്ട ഒക്കെ അവസ്ഥ വന്നു. എനിക്ക് അത്ര വലിയ കംഫർട്ട് സോണായിട്ട് തോന്നിയില്ല. പിന്നെ അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് ഒരാൾ മാത്രമല്ല കെണിയായിട്ടുണ്ടായിരുന്നു, അവിടെ ഉണ്ടെന്ന് എല്ലാവരും കെണിയായിരുന്നു എന്നുള്ള സംഭവം. പിന്നെ ഞാൻ വലിയ കൂട്ടൊന്നും കെട്ടാൻ പോയില്ല. പിന്നെ ഞാൻ സാറ് വിളിച്ചാൽ വർക്കിന് പോകും, പോയിട്ട് തിരിച്ചേക്ക് വരും. പക്ഷെ നിങ്ങൾ ഭയങ്കര ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചോണ്ടിരുന്നേ. അങ്ങനെയാണല്ലോ, പുറമേ നമ്മൾ എപ്പോഴും ചിരിച്ചോണ്ട് നിൽക്കാറുണ്ട്. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ അങ്ങനെ ആരോടും ഷെയർ ചെയ്യാറില്ല. അത് കൂടെ എന്നിട്ട് ഇവര് ഒരു അത് ആക്ച്വലി ഞാൻ പറയാം, അതിവിടെ എല്ലാവരും അല്ല, ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. പക്ഷെ അതായത് പറഞ്ഞത് കൂടെ നിന്ന് നല്ല രീതിയിൽ അണ്ണാക്കി പണിയരും പറഞ്ഞാൽ മന്ത്രവാദി ലൈക്ക് പൂജ മനസ്സിലായി, അങ്ങനെയൊക്കെ നമ്മൾ ഈ കുട്ടിച്ചാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ച് നമുക്ക് അസ്ഥാനത്ത് തരാറൊക്കെ പറയാറില്ലേ, അതുപോലെ എനിക്ക് പുറമെ കിട്ടിയ എല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു ആശ്വാസത്തോടെ പോവാ. അപ്പോഴാണ് മനസ്സിലായത് കൂടെ ഇങ്ങനെ ചിരിച്ചോണ്ട് നല്ല രീതിയിൽ തന്നിട്ടുണ്ടെന്നുള്ള കാര്യം. കണ്ടുപിടിച്ചു? അയ്യോ, കണ്ടുപിടിക്കാന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. പക്ഷെ കണ്ടുപിടിച്ചു എല്ലാം കളഞ്ഞു. എങ്ങനെ മനസ്സിലായ മന്ത്രവാദം തന്നിട്ടുണ്ടെന്നുള്ളത്? അത് ഞാൻ പറഞ്ഞില്ല, 2020 തൊട്ട് ഞാൻ അബ്രോഡായിരുന്നു. 23 നാട്ടിലെത്തിയതാ, 23 നാട്ടിലെത്തിയതാ. 24 തൊട്ട് എനിക്ക് എന്തൊക്കെയോ ശനി കടിക്കുന്നത്. വർക്കുകൾ എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ക്യാൻസൽ ആയി പോവാ, വിത്തൗട്ട് റീസൺ ക്യാൻസൽ ആവുക. എനിക്കത് 1 വർക്കല്ല, 2 വർക്കല്ല, 3 വർക്കല്ല, വിളിക്കുന്ന എല്ലാ വർക്കുകളും ക്യാൻസൽ ആവുന്നു. പിന്നെ മെന്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഹസ്ബൻഡ് എപ്പോഴും ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ 24 മണിക്കൂർ വഴക്കായി, അടിയായി, കരച്ചിലായി. അപ്പൊ ഞാൻ മെന്റലി ലൈക്ക് പേഴ്സണലി എനിക്ക് എന്തോ തോന്നി, എന്തോ ആരോ എവിടെയോ എന്തോ പണി വന്നിട്ടുണ്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ പോയി ക്ലിയർ ചെയ്തതാണ്. അപ്പൊ പറഞ്ഞു ഇന്ന ആൾ ഇന്ന സമയത്ത് അപ്പൊ ഞാൻ അത് റീകളക്ട് ചെയ്യാം. അയ്യോ, അപ്പൊ ഈ അന്ന് കഴിക്കുന്നൊന്നും ഇതായിരുന്നില്ലേ, ഞാൻ 5 മുണുമുളന്ന് കഴിക്കുകയും ചെയ്തു. കർത്താവെ കിട്ടിയാണോ പണി. അയ്യോ, അതിന്റെ കുറച്ച് നല്ല നല്ല കോമഡി മൊമെന്റ്സുകളാ സത്യം പറഞ്ഞ. അത് തിരിച്ച് പറയും, പക്ഷെ അനുഭവിച്ചത് നല്ല രീതിയിൽ അനുഭവിച്ചു. എന്താ കൈവശാണോ? കൈവശം അത് തന്നു. അത് ഭയങ്കരമായിട്ടാ, ലൈക്ക് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും പാർട്ട്ണറുമായിട്ട് അടിച്ച് പിരിഞ്ഞ് തെറ്റി പോകുന്നത് വരെ ആയിപ്പോയി. അത്ര രീതിയിൽ ഭയങ്കര ഡീപ്പായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാനും ഇച്ചായനും സന്തോഷിക്കുന്ന വീഡിയോസ് എനിക്ക് ഇടാൻ ഭയങ്കര പേടി തന്നെയാണ്. കാരണം എനിക്ക് വയ്യ ഇനി വീണ്ടും അണ്ണാക്കി കിട്ടാൻ വേണ്ടി എന്തിനു വെറുതെ നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങിയ അവസ്ഥ എന്ന് പറയാറില്ലേ, അതേ അവസ്ഥയായി പോയി ഇപ്പൊ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ബാക്ക് വലിച്ച് നിൽക്കുന്നത്, വെറുതെ എന്തിനാ ആൾക്കാരെ കാണിക്കുന്നത്. നമ്മൾ സന്തോഷം മര്യാദക്ക് പോയിട്ട് തിരിച്ചെങ്കിൽ വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻസിയുടെ ജീവിതം ഗതി പിടിക്കരുത്. അയ്യോ സത്യം, അതെ. കാരണം അവൾ ഇത്ര ഇതായില്ലേ, ഇനി അവൾ എന്തിനു മതി അവളുടെ ജീവിതം. മഴയാണോ? അല്ല, എന്തിനു ഇനി അവൾ നന്നാവാൻ പാടില്ല. അവളുടെ കുടുംബത്തോടെ ഒടിഞ്ഞു പോകണം. അവളുടെ ഭർത്താവ് അവളെ കല്യാണം കഴിക്കാനേ പാടില്ല. അവരെ അടിച്ച് പിരിഞ്ഞ് രണ്ടും ഒഴുകി പോകണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരുത്തരും പ്രാവിട്ടേക്കുന്നത്. ഞാൻ ചോദിക്കും, ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഹസ്ബൻഡിനെയും ഞാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് വന്നത്. ഇവർക്ക് ആർക്കും ഞാനൊരു ദ്രോഹം ചെയ്തില്ല. പിന്നെ എന്തിനാണ് ഈ വഴി കൂടെ പോകുന്ന ഏനെല്ലാം കുടിഞ്ഞെടുത്ത് വെക്കുന്നത്? അതുകൊണ്ട് നല്ല കുറെ അങ്ങനത്തെ കുറെ അസൂയുള്ള ചേച്ചിമാരൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് നന്നായി പോകുന്നുണ്ട്. അല്ലെ, എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ചോദിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടോ? പലവട്ടം മുഖത്ത് നോക്കി ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും ഇനി അടുത്ത പടി വാങ്ങിച്ചു വിട്ടെ, എന്തിനും മിണ്ടാതെ ചെയ്ത് നിർത്താൻ പോലെ. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അവള് കണ്ടെത്തി, ഇനി അവൾക്ക് വേറെ പണി കൊടുക്കും, ഏത് ശരിയാവൂല, വെറുതെ എന്തിനാ അത് കണ്ണി വീണ്ടും അടുത്ത വർഷം പോകും. എന്തിനു വെറുതെ നീ ചെയ്തത് എനിക്ക് എന്തിനും മനസ്സിലായത് നീയാണെന്ന് അറിയാം, നിനക്കോളാം ഞാൻ തന്നേക്കാം, ഞാൻ എന്തിനും മിണ്ടൂല. ഇത് കണ്ടുപിടിച്ച ജോൾസിനാരെ ഈ ആളെ സഹിതം കണ്ടുപിടിച്ചേ? അയ്യോ, അതെന്റെ പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ്റെ ഞാൻ പോയി സജസ്റ്റ് ചെയ്തപ്പോ പുള്ളിക്കാരൻ എന്നോട് കണ്ടെത്തി പറഞ്ഞു. ഈ പറയുന്ന ഈ സീരിയലിൽ ഏറ്റവും ലീഡിങ് റോൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണോ പണിയന്നേ? അങ്ങനെയൊന്നും എനിക്കിപ്പം അത് ആക്ച്വലി പേഴ്സണൽ ആണ്, ഞാനത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, എന്നാലും അതിന്റെ അകത്തുണ്ട്. എല്ലാത്തിലും ഉണ്ട്.
അതിലാണ് അല്ല ഒരു ഫീൽഡ് മാത്രമല്ല കേട്ടാ, നമുക്ക് പിന്നെ ഡാൻസിങ് ഫീൽഡായാലും മോഡലിംഗ് ഫീൽഡായാലും ആക്ടേഴ്സിന്റെ ലൈക്ക് ക്യാരക്ടേഴ്സ് വൈസ് ആയാലും എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഒരാള് വളർന്ന് വരുന്നത് കാണാൻ ഇപ്പൊ ആർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. അതിപ്പിനി ഇത് എത്ര വലിയ പോപ്പുലർ ആണെന്ന് പറഞ്ഞാൽ പോലും ഒരാൾ ഇച്ചിരി ഒന്ന് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് അടിക്കാൻ ആൾക്കാർ 100 എണ്ണം കാണും. തീർച്ചയായിട്ടും 100 എണ്ണം കാണും. അതിൽ ഒരാൾ അത് ഒരാളാണ് പിന്നെ ഞാൻ സഹിക്കുന്നത്. ഇത് കൂട്ടത്തോടൊരു ആക്രമിക്കുകയാണ്, ഞാൻ ഇതൊക്കെ എന്താ ചെയ്തിട്ടാ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിൻസിയുടെ ഈ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എക്സ്പോസിങ് ചെയ്യാറുണ്ട്. ചില ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിൻസിയുടെ ക്ലീവേജ് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വരുന്ന ഫാൻസുകാരും ഉണ്ട്. അയ്യോ അത് പറഞ്ഞപ്പോഴാ ഇപ്പൊ വിഷു ബേസ് ചെയ്ത് ഫോട്ടോഷൂട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ എടാ ക്ലീവേജ് മാത്രം മതി ഫോട്ടോഷൂട്ട്, വേറൊന്നും വേണ്ടെന്ന്. ഞാൻ പറഞ്ഞേ ചേട്ടാ വിഷു തന്നെയല്ലേ എടുക്കുന്നത്, നിങ്ങൾ എടുക്കുന്നത്. അയ്യോ ഫൈനൽ എനിക്ക് ദേഷ്യപ്പെട്ട അവസ്ഥ. ഞാൻ പറഞ്ഞു ചേട്ടാ ക്ലീവേജ് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് മറ്റേ തുറന്നു വെച്ചിട്ട് പുസ്തകമല്ല, വരുന്നവർക്കും പോണവർക്കും ഒന്ന് ക്ലിക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ചേട്ടാ അത് എൻ്റെ ഒരു ആംബിയൻസിന് എനിക്ക് പെർഫെക്റ്റ് ലൈക്ക് ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി ക്യാമറമാൻ ഉണ്ട്, രാജേഷ് എന്നാണ് പേര്. പുള്ളിക്കാരൻ്റെ ഫോട്ടോഷൂട്ട്സിന് മാത്രമാണ് ഞാൻ ആക്ച്വലി എക്സ്പോസിങ് ചെയ്യുന്നത്. ബിക്കോസ് അത് എൻ്റെ പേഴ്സണൽ ഫ്രണ്ടാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ പോയി തന്നെയാണ് ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നത്. എല്ലായിടത്തും ഞാൻ ക്ലീവേജ് കാണിക്കുന്നതല്ല, ആക്ച്വലി ഡിപ്പെൻസ് ഓൺ കോസ്റ്റ്യൂം. പിന്നെ പറയാം ഫോട്ടോഷൂട്ട്സ് നമുക്കതിന് സാലറി കിട്ടുന്നതാണ്, പക്ഷെ ഞാൻ ഓവർ വൾഗാരിറ്റി ഇല്ലാണ്ടാണ് എല്ലാ ഫോട്ടോഷൂട്ട്സും ചെയ്യാറ്. ഇപ്പൊ ഈ ഫോട്ടോഗ്രാഫർമാർ വിളിക്കുന്നത് കൂടുതലും വൾഗാരിറ്റി ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ കോളുകളെല്ലാം എനിക്ക് വരാറുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഏത് ലെവൽ വരെ പോകാനുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ബിക്കിനി. അപ്പൊ ഞാൻ പറഞ്ഞു ഒട്ടും നടക്കാത്ത കാര്യമാണ് ബിക്കിനിയൊക്കെ, നടക്കാത്ത കാര്യമാണ്. ചേച്ചി പറഞ്ഞു ചേച്ചി മല്ലുവാണ് ചേച്ചി, സൂപ്പർ ചേച്ചി, എന്റെ പൊന്നി ഇറക്കാൻ നടക്കാത്ത കാര്യം, നീ വേറെ എല്ലാവരും പോയി വിളി. ഞാൻ ചെയ്യൂല അത്. ഓക്കെ വെസ്റ്റേൺ കോസ്റ്റ്യൂമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ വെസ്റ്റേൺ കോസ്റ്റ്യൂം എനിക്ക് ഇട്ടിട്ട് വൾഗാരിറ്റി ആണെങ്കിൽ ഞാൻ ചെയ്യൂല എന്ന് തന്നെ പറയും, ഞാൻ ചെയ്യില്ല എന്ന് തന്നെ പറയും. പിന്നെയും പറയാം നമ്മളിപ്പം ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ ചേട്ടാ ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് പറയത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അത് പറയൂല. ഞാൻ വെച്ചാൽ എനിക്ക് പറ്റൂല. അത് ഞാൻ ഫോട്ടോഷൂട്ടിന് എന്നെ മെസ്സേജ് ഇടുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും, എനിക്ക് റെഫറൻസ് വേണം, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് റെഫറൻസ് അത് എനിക്ക് അയച്ചാൽ, റെഫറൻസ് കണ്ട് ഞാൻ ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യൂല. അപ്പൊ പറയും പേയ്മെന്റ് കൂടുതൽ തരാം, എത്ര പേയ്മെന്റ് എന്തായാലും എന്റെ മുന്നിൽ ഇറക്കാൻ നടക്കാത്ത കാര്യം, ഇതിനെ നടക്കാത്ത കാര്യം. കാരണം ഞാൻ അതിൽ ഓക്കെ ആണ്, എനിക്ക് റെഫറൻസ് കണ്ട് എനിക്ക് കംഫർട്ട് സോൺ ആണെന്ന് ഫീൽ ചെയ്താൽ മാത്രമേ ഫോട്ടോഷൂട്ടിങ് ചെയ്യാൻ വേണ്ടി എഗ്രി ചെയ്യുള്ളൂ. ഇപ്പൊ നിൻസിയുടെ ഇൻസ്റ്റാഗ്രാം പേജില് ഫോട്ടോസ് കൊണ്ടുപോയിട്ട് വേറെ പേജില് ഫാൻസ് പേജില് കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് കൊള്ളാം, ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ പണ്ടത്തെ ഏപ്പടത്തിലെ നായികയെ പോലെ ഉണ്ട് എന്ന് പറയുന്ന പല കമന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിൻസിക്ക് എന്താ തോന്നി? എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു എന്ന് തോന്നിയോ? അല്ല, കിട്ടാത്ത മാമ്പഴത്തിന് വേണ്ടി ഇങ്ങനെ നടക്കാറെന്ന് പറയാറില്ലേ, അത്ര എനിക്ക് തോന്നാറ്. കാരണം വെച്ചാൽ ഞാൻ ലേഡീസ് റൂമില് ഒരു സാധനം എടുത്ത് ഭയങ്കര വൈറലായ സംഭവമുണ്ട്. ഒരു ടീഷർട്ട് ഊരിയിട്ട് വെള്ളത്തിൽ കുളിക്കുന്ന സംഭവം ഭയങ്കര വൈറലായിരുന്നത്. ഓൾമോസ്റ്റ് വേറെ അക്കൗണ്ടിൽ ഇട്ടത് മില്യൺസ് ഓർ കയറിയതാണ്. അത് ആക്ച്വലി എൻ്റെ ക്യാരക്ടറാണ്. ഓക്കെ, എൻ്റെ ക്യാരക്ടറാണ്, ഇത് ലെസ്ബിയൻ ക്യാരക്ടറാണ്, കുറച്ച് എക്സ്പോസ് കാണിച്ച് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ നമ്മൾ ഈ ചെയ്യുമ്പോൾ ഞാൻ വല്ല അപ്പം അതിനകത്ത് ടീഷർട്ട് ഊരുമ്പോൾ അടിയിൽ സ്പോർട്സ് വെയറിന്റെ ഇതാണ് ഇന്നറാണ് ഇട്ടേക്കുന്നത്. ഏതൊരു ജിമ്മിൽ പോയാലും ഇല്ലെങ്കിൽ ഏതൊരു സ്വിമ്മിങ് സെന്ററിൽ പോയാലും എല്ലാ ഗേൾസ് ഇടുന്നത് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അടി വന്ന് കമന്റ് ചെയ്യണമാർ ഇതൊന്നും കാണാത്തവന്മാരായതുകൊണ്ടായിരിക്കണം ഇതിന്റെ അടി വന്ന് കമന്റ് ചെയ്യുന്നത്. സിമ്പിൾ ചോദ്യം ചോദിക്കാം, സാനിയേപ്പൻ എത്ര വയസ്സുണ്ട്? 23 താഴെയുള്ളൂ. പുള്ളിക്കാരി ഇപ്പൊ ലാസ്റ്റ് ബർത്ത്ഡേയോ ലാസ്റ്റ് കാര്യം കുറച്ചു മുമ്പ് ലാസ്റ്റ് അവള് ബ്രാസിലും പാന്റീസിലും മാത്രമുള്ള ഫോട്ടോഷൂട്ട് നടത്തി. ഓക്കെ, അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. ഇതേ കമന്റാണ് കോപ്പി പേസ്റ്റ് അടിച്ച് എനിക്ക് വരണത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ അത് നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് കമന്റ് ചെയ്യണത് ഞാൻ ചോദിക്കാറുണ്ട്. കുറെ കമന്റുകൾ ചേട്ടാ, ഞാൻ പറയലേ തിരിച്ചടി എനിക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ അറിയാം, പക്ഷെ ഞാൻ കൊടുക്കാത്തത് എന്റെ കഥാപാത്രമായിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവര് വേറെ വ്യൂ പോയിന്റിൽ അത് കണ്ട് അത് സംസാരിക്കുന്നത് അവരുടെ സംസ്കാരത്തിന്റെ കുറവാണ്, അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ എന്നെ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കാരമില്ലാത്തവരാണ് നിൻസിയുടെ ഫോട്ടോയുടെ താഴെ വന്ന് കമന്റ്സ് അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ വന്ന് കമന്റ്. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഈ വീടിനകത്ത് മാത്രം ഇരിക്കുന്നവര് ചുമ്മാ വന്ന് കമന്റ് ഇടേണ്ട കാര്യമില്ല. ഇവര് ഈ പറയുന്നവരെല്ലാവരും എന്തുമാത്രം പോൺ വീഡിയോസ് കാണുന്നവരായിരിക്കും, എന്തുമാത്രം മരുന്നുകളും മറ്റേതും മറിച്ചൊക്കെ കാണുന്നവരായിരിക്കും, എന്തുമാത്രം ഇൻസ്റ്റാഗ്രാം ഓരോ പേജസുകൾ കാണുന്നവരായിരിക്കും അല്ലേ. അപ്പൊ ഇതിന്റെ അടിയെ വന്നിരുന്ന് ഇവൾക്കിട്ട് 2 കൊടുക്കാം എന്ന് പറഞ്ഞു വന്നിരുന്ന കമന്റ് ഒന്നും വരേ ഉള്ളൂ. അല്ലാണ്ട് നല്ല വാക്കുകൾ പറഞ്ഞു ആരുമില്ല. ആര് വെച്ചാൽ
ഓക്കെ അവരൊരു കമന്റ് ഇടുമ്പോഴത്തേക്ക് എന്റെ കമന്റ് എറിച്ചിട്ടുണ്ടേ അത് അടുത്ത താഴെ പറഞ്ഞിട്ടുണ്ട് ഇത് ഉദ്ദേശിച്ചിടുന്നു പറഞ്ഞിട്ട് പിന്നെ വേറൊരു കമന്റ് ഇടാം. ഇപ്പൊ ഞാനിപ്പോ ചേട്ടാ പറഞ്ഞില്ലേ കമന്റ് ഇടുമ്പം എന്തുകൊണ്ടെന്ന് എനിക്ക് വെറുപ്പ് തോന്നുന്നില്ലെന്ന് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് എന്തെന്നറിയോ, ഒരു കുഴപ്പമില്ല ഒരു കമന്റ് ഇട്ട് വൈറലാവണമെങ്കിൽ ആവട്ടെ, ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. സീരിയസ്ലി എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അടിയിലൊരു കമന്റ് വന്നു ഭയങ്കര റീച്ച് ആവുന്നുണ്ട് ഇട്ടോട് ലൈക്ക് കയറുന്നു. ഇതാണ് ആക്ച്വലി എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ബോധർ ചെയ്യാറില്ല. ഇപ്പൊ കമന്റ് ബോക്സ് അങ്ങനെ ഓഫ് ചെയ്യാറില്ല? ഇല്ല, ഓഫ് ചെയ്യാറില്ല. അങ്ങനെയെങ്കിലും റീച്ച് കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. നമ്മളെല്ലാം ജീവിക്കാണ്ട് നിൽക്കുന്നവരാണ്. കേറട്ടെ റീച്ച് ഇട്ടോ. കമന്റുകളല്ലേ ചുമ്മാ ഇടിച്ചാണ് ഞാനും ഇടയ്ക്കിടയ്ക്ക് എന്റെ ബോറ് കമന്റുകളൊക്കെ ഞാനൊരു ഇതിനെ വായിച്ചിട്ട് കൊള്ളാല്ലേ അപ്പൊ നല്ല കമന്റ് പക്ഷെ റീച്ച് ഉണ്ടപ്പാ. അയ്യോ ഞാൻ അങ്ങനെ അതിനകത്ത് ഒരു അക്കൗണ്ട് ഇൻസി ചേച്ചിയുടെ ബാക്ക് കൊള്ളാന്ന് പറഞ്ഞിട്ടൊരു ബാക്കിന്റെ മലയാളത്തിലാണ് പറഞ്ഞേക്കുന്നവര് പറഞ്ഞിട്ട് ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു വെച്ചാൽ നീ ഈ പേരെത്തി മാറ്റി, നിനക്ക് വേറെ ഒരു പേര് കിട്ടില്ല. കാരണം പറയാ ചേച്ചിയുടെ പേരിട്ട് ഞാൻ ഭയങ്കര വൈറലാവണുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ AF ഒന്നും എത്തി മാറ്റോ. ഞാൻ അങ്ങനെ പറഞ്ഞു മാറ്റിപ്പിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട് ഓരോ അക്കൗണ്ടുകളും. പിന്നെ ഈ പറയുന്ന ഫാൻസ് പേജ് ഇവരെല്ലാരും എന്നോട് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും എന്നോട് പേഴ്സണലി ചോദിക്കും ചേച്ചി ഞാൻ ഇട്ടോട്ടെ, ചേച്ചി യെസ് പറയണേ ഞാൻ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവർക്കും ഞാൻ ഫോട്ടോസ് ഞാനായിട്ട് എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുള്ളത്. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാൻസ് ആണെങ്കിലും കമന്റ്സ് ഇടുന്നവരാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നിൻസിയുടെ ശരീരത്തെ കണ്ടിട്ടാണ് അവർ അത് കണ്ടിട്ട് അതിനെ വർണ്ണിക്കാൻ വേണ്ടി മാത്രം വന്ന് കമന്റ് ഇട്ടോണ്ടിരിക്കും. അല്ലാണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് അവർ തിരിഞ്ഞു പോലും നോക്കാറില്ല. സ്വാഭാവികമല്ല. കാരണം എന്റെ അനുഭവത്തിൽ കിട്ടിയത് കുറെ എക്സ്പീരിയൻസ് ആണല്ല. നമ്മൾ നല്ല വൃത്തിപ്പോ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു ഫ്രോക്ക് ഇട്ടേന്ന് ഈ ഫ്രോക്കിൽ ഇട്ട് ഞാൻ ഒരു റീൽ കഴിഞ്ഞാൽ കേറൂല. എന്നീ ഫ്രോക്കിൽ എവിടെ കുറച്ച് കട്ട് ചെയ്ത് വെട്ടി എവിടെ ഇട്ട് കുറച്ച് തുടയം കാണിച്ച് ഭയങ്കര റീച്ച് ആയിരിക്കും. എല്ലാവർക്കും ആവശ്യം ബോഡി കണ്ട് റീച്ച് കയറ്റുക എന്നുള്ള സംഭവമാണ് എല്ലാവരുടെയും ആവശ്യം. അല്ലാണ്ട് പെൺകുട്ടി ഇങ്ങനെയാണ് പെൺകുട്ടി അങ്ങനെയാണ് ഇല്ലെങ്കിൽ അവൾ നല്ലവളാണ് ഇല്ലെങ്കിൽ അവളെ പോയിന്റ് അതൊരു ആർക്കും ഇല്ല. നമ്മൾ എന്റെ നെഗറ്റീവ് കഥാപാത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരിക്കലും ഞാൻ നെഗറ്റീവ് അല്ല. ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ഗേളാണ്. എന്തുണ്ടെങ്കിലും ഭയങ്കര ഓപ്പൺ ആണ് ഞാൻ. ഓക്കെ അതിന് ആരോട് എന്ത് സംസാരിക്കണം എന്ന് പോലും ഞാൻ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതിന് ഓരോ റീൽസ് ചെയ്യുമ്പോഴേ ഞാൻ ഇങ്ങനെ ചിന്തിക്കും എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ റീൽസ് കയറുന്നുണ്ടോ ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ ഇപ്പൊ റീലുകൾ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഇട്ടാലും എനിക്ക് റീൽസ് കയറാറുണ്ട്. അതെ അതിപ്പോ കാണിച്ചാലേ എനിക്ക് വല്ല വൈറൽ കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ അതും കിട്ടൂല. പിന്നെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ. നിൻസി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാ വന്നതെന്ന് പറഞ്ഞു. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, ഹീറോയിനിയുടെ കൂട്ടുകാരികൾ ആയിട്ടാണ് രംഗപ്രവേശനം ഞാൻ ആദ്യം ചെയ്യുന്നത്. പിന്നെ അത് മോൺ ചെയ്ത് ഓരോ കഥാപാത്രങ്ങളിലേക്ക് മാറി. ആ സമയത്ത് എന്തെങ്കിലും അതുപോലുള്ള അനുഭവങ്ങൾ ഇപ്പൊ ലൈംഗികപരമായിട്ടുള്ള സംസാരം ഒരിക്കലും ഉണ്ടായിട്ടില്ല? കാരണം ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ 15 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം പോലും ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോകളും കണ്ടിട്ട് പെൺകുട്ടി കാണാൻ ഗ്ലാമർ ആണ് കൊള്ളാം ഒന്ന് കിട്ടിയ ആ ഒരു സെക്ഷൻ സംസാരത്തിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്റെ ബിഹേവിങ് സെൻസിൽ അങ്ങനെ ഒരു ഞാൻ ആർക്കും കൊടുക്കാറുമില്ല. ആരെന്നോട് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ ചേട്ടാ പറ്റൂല ഒറ്റ ആൾക്കും ഞാൻ പറഞ്ഞു തീർക്കും. അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഓപ്പൺ ആയിട്ട്? ഇല്ല ഏട്ടാ അങ്ങനെ. കാരണം നമ്മൾ എന്റെ ഫീൽഡ് ഫുൾ ഹാൻഡിൽ ചെയ്ത എന്റെ അച്ഛനാണ്. വാട്സാപ്പ് മെസ്സേജസ് ആയാലും ഇൻസ്റ്റാ മെസ്സേജസ് ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാം അച്ഛനാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഏത് വർക്കിന് പോയാലും അച്ഛനെ കൊണ്ടേ പോകാറുള്ളൂ. സോ അതുകൊണ്ട് ഹാപ്പിയാണ്. അപ്പൊ നിൻസി ഒരു റിവെഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പലരോടും റിവെഞ്ച് ഉണ്ട്. അതിൽ റിവെഞ്ചിൽ ചെയ്ത ആദ്യത്തെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല 2018 എനിക്ക് ഒരു ആക്സിഡന്റ് ആയത്. അപ്പൊ അതില് ഞങ്ങളുടെ കാറ് പോയതാണ്. അതിൽ ഞങ്ങൾക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഞങ്ങളുടെ കാറ് പോയതാണ്. പിന്നെ ഈ സീരിയലും വർക്കുകളും ഒക്കെ പോകാൻ വേണ്ടി നമ്മൾ പലരിടത്തും വണ്ടികൾ ചോദിക്കാറുണ്ട്. ഇല്ല പിന്നെ സ്കൂട്ടർ 2 വീലറിലായിരിക്കും ഞാൻ മിക്ക ദിവസവും ട്രോളിയും കൊണ്ടൊക്കെ പോകുന്നത്. പോയിട്ട് സെറ്റിൽ ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റ് ആയാലും ലൈക്ക് അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, എന്റെ ഡ്രീം ആയിരുന്നു സത്യം പറഞ്ഞാൽ. എല്ലാവരുടെ മുമ്പിൽ എനിക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് എന്റെ കാർ. ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് പോയി മേടിച്ചത് എന്റെ കാറാണ്. കാരണം നമ്മൾ എല്ലാവരോടും പോയി എനിക്ക് വണ്ടിയില്ല, എനിക്ക് വണ്ടി തരുമോ, എനിക്ക് ഇതിനടുത്ത് വർക്ക് ഉണ്ട് പോണം എന്ന്. അതിന് റെന്റിന് മേടിക്കുന്നവരും ഉണ്ട്. റെന്റ് മേടിച്ച് ഇപ്പം നമുക്ക് വണ്ടി വരുന്നവരുണ്ട്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണത്.
ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ആക്സിഡന്റ് ആയപ്പോൾ എൻ്റെ കാർ എനിക്ക് പോയതാണ്. പിന്നെ 2 വീലർ തന്നെയായിരുന്നു എൻ്റെ എല്ലാ വർക്കിനും കാര്യങ്ങളും. അപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ ഇത്ര വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അയ്യോ ഇത് 2 വീലറിലോ ഇങ്ങനെ പറയുന്നൊരു കുറേ പേരുണ്ട്. അതിൽ നിന്നൊരു മാറ്റവും എൻ്റെ വീട്ടുകാർക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും ഞെളിഞ്ഞിരുന്ന് പോകാനും ഒരു കാറ് വേണം. അങ്ങനെ വാശി പുറത്ത് ഞാൻ പോയി എടുത്താണ് എൻ്റെ ഈ കാറ്. ഒരുപാട് ആഗ്രഹിച്ച് എൻ്റെ ഡ്രീം, സത്യം പറഞ്ഞാൽ ഭയങ്കര ഡ്രീമായിട്ട് ഞാൻ ഇതിനു വേണ്ടി പോയി കഷ്ടപ്പെട്ട് ഞാൻ ഇറക്കിയതാണ് എൻ്റെ ഈ വണ്ടി. എൻ്റെ സ്വപ്ന ലോകമായിരുന്നു എൻ്റെ കാർ. അതുപോലെ തന്നെ വീട് ഇപ്പം ഞങ്ങൾ അച്ഛനും അമ്മയും കടങ്ങുമായാലും ലോണായാലും എടുത്ത് ഞങ്ങൾക്ക് 22 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, വാടക വീടുകളായിരുന്നു. 2000 കൊറോണ സമയം, അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടുന്നത്. അരുവിക്കര വെമ്പനൂര് ഭാഗത്ത് വീട് കിട്ടുന്നത്. ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്തും അച്ഛൻ്റെതായ അമ്മയുടേതായ ഫണ്ടുകൾ ഇട്ട് അവിടെ വീടുകൾ മേടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ കഴിയുന്നത് ഞാനും ആ വീടിന് വേണ്ടി പെയിന്റിങ് വർക്കായാലും വീട്ടിലത്തേക്ക് സാധനങ്ങളായാലും എല്ലാം, അതും എൻ്റെ ഒരു വലിയൊരു എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ എൻ്റെ ഈ പ്രായത്തിൽ. ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താണോ പോകുന്നത്? സ്വന്തമായിട്ട് തന്നെയാണ് പോകുന്നത്, ഡ്രൈവ് ചെയ്ത്. അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി എടുത്തത്. അതുകൊണ്ട് മാനുവൽ ഓട്ടിക്ക് അറിയത്തില്ല. ഓട്ടോമാറ്റിക് വണ്ടി എടുത്തതിന്റെ കാരണം ഓൺ ഡ്രൈവ് ചെയ്ത് പോകാനാണ്. പിന്നെ എന്താ പറയാ, കാറുള്ളത് ഭയങ്കര ഒരു ഗത്തി തന്നെയാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ല, ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് കാരണം ഇവരെല്ലാരും ആക്സിഡന്റ് ആയില്ലേ, ഇനിയിപ്പോ ഒന്നിനും അവളെ കൊണ്ട് കഴിവില്ല, അവളിനി പിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, തീർന്നു അവരുടെയൊക്കെ ഡ്രീമുകളും കാര്യങ്ങളെല്ലാം, ഇനി അവളെ ഇങ്ങ് എത്തിപ്പെടാൻ പോകുന്നില്ല, ഇനി എപ്പോ ഇനി കാർ വാങ്ങിക്കാൻ പോകുന്നത്, കാറും പോയി വീടും പോയി, ഇതൊക്കെയുള്ളൊരു സംസാരങ്ങൾ കുടുംബത്തിലായാലും പിന്നെ ഈ എന്താ പറയാ നാട്ടുകാരുടെ ഇടയിലായാലും ഈ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. നമ്മളൊന്നും ഒരിടത്ത് നമ്മൾ എത്തില്ല, നമ്മളെല്ലാം അങ്ങ് തീർന്നു, സീറോ ആണ് എന്നുള്ളൊരു ഭാവങ്ങൾ എല്ലാവരുടെയും അതിൽ നിന്ന് എനിക്ക് മാറി വരാൻ പറ്റി. ഇപ്പൊ വീട്ടുകാരുടെ സൈഡിൽ നിന്നായിരുന്നാലും ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നായിരുന്നാലും ഫാമിലീസിന്റെ സൈഡിൽ നിന്നായിരുന്നാലും എല്ലാരും പറഞ്ഞത് ഒരു കാലത്ത് നിങ്ങളൊന്നും എനിക്കത് പിടിക്കാൻ പോകുന്നില്ല ഇങ്ങനെ പറഞ്ഞവരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റിയതാണ് ഇപ്പൊ ഞങ്ങൾ മേടിച്ച വീടും എൻ്റെ കാറും. ആൾക്കാരും പ്രതീക്ഷിക്കാത്ത ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബോണ്ടാണ് എൻ്റെ വണ്ടിയും എൻ്റെ വീടും. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഐഫോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഫോണുകൾ എനിക്കൊന്ന് കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഭയങ്കര ഡ്രീമായിരുന്നു എനിക്ക് ഐഫോൺ വേണം എന്നുള്ള കാര്യം. അപ്പോൾ ഒരു ഫോൺ മേടിച്ചപ്പോൾ കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷെ അത് മേടിച്ചപ്പോഴും നമുക്ക് ആൾക്കാരുടെ വായന കുത്തുവാക്കുകൾ മാത്രമേ കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ പലരുടെ കയ്യിൽ നിന്ന് നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ കടം വാങ്ങിച്ച പൈസ തീർക്കട്ടെ, പിന്നെ നിങ്ങൾ ഈ ആഡംബരം കാണിക്കാൻ നോക്ക് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ 3 ഐഫോൺ ഉണ്ട്. എനിക്ക് 3 ഐഫോൺ ഉണ്ട്, സ്വന്തം പേരിൽ വണ്ടി ഉണ്ട്. എനിക്ക് അതെല്ലാം എൻ്റെ ഭയങ്കര ഉള്ളൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു ഫോൺ മേടിക്കാൻ ഞാൻ കഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ട്. വാങ്ങിച്ചിട്ടും നമ്മളടുത്ത് കുത്തുവാക്കൾ പറഞ്ഞ് ആദ്യം നീ ആദ്യം ഞങ്ങളുടെ നിന്ന് കടം വാങ്ങിച്ച പൈസ ആദ്യം തീർത്ത് എന്നിട്ട് നീ ആഡംബരം കാണില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ അതിനേക്കാളും അഹങ്കരിച്ച് നിൽക്കുന്നത് എൻ്റെ കയ്യിൽ 3 ഐഫോൺ ഉള്ളതുകൊണ്ടാണ്. ഒരു ഫോണിന് വേണ്ടി വാങ്ങിച്ചപ്പോൾ ഇത്ര ഞാൻ കേൾക്കേണ്ടി വന്നു. പക്ഷെ ഐ എം സോ ഹാപ്പി വിത്ത്. ഈ ആൾക്കാരുടെ മുമ്പിലിട്ട് പറഞ്ഞിട്ടുണ്ടോ? ആൾക്കാർ കൂടി നിൽക്കണോടത്ത് ഇല്ല. ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ എന്താ പറയുന്നത്, ഇനിയിപ്പം എൻ്റെ പപ്പയുടെ പേര് ഷിബു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഷിബു ഇനിയിപ്പം എന്ത് ചെയ്യാൻ പോകുന്നു, ഭാര്യ പുറത്ത്, മോള് പുറത്ത്, അനിയത്തി മ്യൂസിക് പഠിക്കുന്നു, കാറുണ്ട്, വീടുണ്ട്. ഇപ്പൊ ഇതാണ് സംസാരം. എല്ലാവരുടെ സംസാരം ഇപ്പൊ ഇതാണ്. ഇതൊന്നും ഇല്ലായിരുന്ന സമയത്ത് പറഞ്ഞ എന്താണ്, ഇനി ഇവരൊന്നും ഗതി പിടിക്കാനേ പോകുന്നില്ല, ഇതായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഇതിനെല്ലാം എനിക്ക് മാറ്റിക്കൊണ്ടുവരാൻ എന്നാൽ സാധിച്ചു. അതിനാദ്യം ദൈവത്തിനോട് നന്ദി പറയാം. നല്ല കോൺഫിഡന്റോടെയാണ് പറയുന്നത്. അതെ, കാരണം എന്നറിയോ, നമ്മളിപ്പം ഈ ചിലർ പറയാറുണ്ട് നമ്മൾ എന്തൊരു സാധനം നമ്മൾ മനസ്സിൽ ചിന്തിച്ച് ചെയ്ത് നമ്മളും സാധിക്കുമെന്ന്. എനിക്ക് കിട്ടിയ ബെസ്റ്റാണത്. നമ്മുടെ മനസ്സിൽ തിരിച്ചടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചത് ഒരു ഡ്രീം ഞാനാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. എന്നെ കൊണ്ടത് പറ്റുമെന്ന് ഞാൻ സാധിച്ചെടുത്തത് എൻ്റെ കാറായാലും 3 ഐഫോൺസ് ആയാലും. അപ്പോൾ വളരെ സന്തോഷം. ഇത് കേൾക്കുമ്പോൾ എനിക്കാണെങ്കിലും കൂടുതലായിട്ടും മോട്ടിവേഷൻ വരുന്നുണ്ട്. അല്ല സാർ, എൻ്റെ മോട്ടിവേഷൻ പറഞ്ഞില്ല, എൻ്റെ പാരൻസ് ആണ് എൻ്റെ മോട്ടിവേഷൻ. എസ്പെഷ്യലി എൻ്റെ പപ്പയാണ് എൻ്റെ മോട്ടിവേഷൻ. എൻ്റെ എല്ലാ മോട്ടിവേഷനും ഞാൻ പറഞ്ഞില്ല, എല്ലാ കണ്ടന്റുകളും ഞാൻ ചെയ്യും. ഓക്കെ, പക്ഷെ എന്ത് ചെയ്താലും
അത് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ചു തന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് പപ്പ തന്നെയാണ്. അപ്പൊ എൻ്റെ പപ്പ ഒരു കാരണവശാലും നാട്ടുകാരുടെ മുമ്പിൽ കരയരുത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കാൻ പെണ്ണായി ഒരുത്തി ഞാനുണ്ട്. അത് ഇനി ആൾക്കാർക്ക് അത് പേടിക്കണം, പേടിക്കാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 പെണ്ണുങ്ങളല്ലേ, എന്തോ ആവാനാ, എന്തോ ചെയ്യാനാ എന്നാ പറയുന്നത്. അത് അങ്ങനെ അല്ല എന്ന് എൻ്റെ അപ്പൻ ഇപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അത് സാധിച്ചുകൊണ്ടാണ്. ഇപ്പൊ പലയിടത്തും ഞങ്ങൾ കാറുകൾ പോയി റിക്വസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട്, കാർ തരുമോ, ഞങ്ങൾ ഇന്ന അടുത്ത് പോണം, റെന്റിനായിരുന്നാലും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് വണ്ടി തരാത്ത ദിവസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു വാശിയാണ് എൻ്റെ കാർ. പിന്നെ ഫോണുകൾ, എല്ലാവരുടെ കയ്യിലും ഫോണുകളുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഐഫോൺ വാങ്ങിച്ചപ്പോൾ നമ്മൾ വാങ്ങിച്ച ആളുടെ നിന്ന് കടം വാങ്ങിച്ച പൈസ ആദ്യം തിരിച്ചടച്ചിട്ട് നീ ഫോണ് കാണിച്ച് ആഡംബരം വെളിയിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ എനിക്കിപ്പോ നല്ല മഹിമയോടെ ഞാൻ നടക്കുന്നു. തീർച്ചയായിട്ടും. അതെ, അതുകൊണ്ട് ഡ്രീം നമ്മൾ മനസ്സിൽ വെച്ച് എന്ത് നേടാൻ വേണ്ടി നമ്മൾ അറിയാം, ദൈവം കൂടെ നമുക്ക് നേടി തരേണ്ട. ഉറപ്പായിട്ടും ഇനിയുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ദൈവം തമ്പുരാൻ ആഗ്രഹിച്ച് സഫലമാക്കി തരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാത്തിനും താങ്ക്സ്. താങ്ക് യു സോ മച്ച് ചേട്ടാ.